Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലിരിക്കുന്ന മാത്തിൽ അയ്യോളത്തെ UV സുരേന്ദ്രന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ ഡബിൾ ബെൽ ബസ് ചൊവ്വാഴ്ച ബസ് സർവീസ് നടത്തുന്നത് സുരേന്ദ്രന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകും. ചെറുപുഴ പയ്യന്നൂർ റൂട്ടിലോടുന്ന ഡബിൾ ബെൽ ബസ് ചൊവ്വാഴ്ച സർവീസ് നടത്തുന്നത് മാത്തിൽ അയ്യോളത്തെ UV സുരേന്ദ്രന്റെ ചികിത്സയ്ക്കായി പണം സ്വരൂപിക്കാനായിരിക്കും. ഇരുവൃക്കകളും തകരാറിലായ സുരേന്ദ്രൻ ഇപ്പോൾ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുരേന്ദ്രനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് ഡബിൾ ബെൽ ബസ്സും ഒരു ദിവസത്തെ സർവീസ് മാറ്റിവെക്കുകയാണ്. നല്ലൊരു തുക സ്വരൂപിക്കാൻ മാന്യയാത്രക്കാർ തങ്ങളോട് സഹകരിക്കണമെന്ന് ഡബിൾ ബെൽ ബസിന്റെ അമരക്കാരിലൊരാളായ ഷാജഹാൻ അഭ്യർത്ഥിക്കുന്നു. എന്തായാലും സാധനങ്ങളെ നമ്മളുള്ളത് നമ്മുടെ ബസ്സിലാണ്, പയ്യന്നൂർ സ്റ്റാൻഡിലാണ് ഉള്ളത്. അയ്യോളത്തെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സഹോദരന് വേണ്ടി ഒരു കത്ത് നമ്മൾ ഡബിൾ ബെൽ കമ്മിറ്റിയിൽ നമ്മൾക്ക് കിട്ടുമ്പോൾ 7 വർഷത്തിൽ 40 ലക്ഷത്തിൽ കൂടുതൽ നമ്മുടെ മെമ്പർമാർക്ക് സഹോദരങ്ങൾക്ക് സഹായം കൊടുത്തൊരു ഡബിൾ ബെൽ കമ്മിറ്റി ഇരു കൈകളും കൊണ്ട് നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ മെമ്പർമാർ എല്ലാവരും കൂടി ചൊവ്വാഴ്ച നമ്മൾ സാന്ത്വനയാത്ര ഓടുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സുരേന്ദ്രൻ എന്ന് പറയുന്ന സഹോദരൻ ഇക്ര ഹോസ്പിറ്റലിൽ കോഴിക്കോടാണ് ഉള്ളത്. ഇരു വൃക്കകളും തകരാറായിട്ട് അവരുടെ ഭാര്യയുടെ വൃക്ക മാറ്റിക്കയറ്റി അതൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ കൈകോർത്തിരിക്കുകയാണ്. നമ്മുടെ വസ്തു നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ നമ്മുടെ കൂടെ സഹകരിച്ചുകൊണ്ട് ഈ ഒരു സഹോദരന്റെ ജീവൻ രക്ഷയ്ക്കായ്ക്ക് വേണ്ടി നമ്മൾക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. ബസിന്റെ സമയക്രമം ഇതാണ്. ചെറുപുഴയിൽ നിന്ന് രാവിലെ 6:25-നും 10:30-നും വൈകുന്നേരം 3:40-നും പയ്യന്നൂരിലേക്ക് യാത്ര പുറപ്പെടും. പയ്യന്നൂരിൽ നിന്ന് ചെറുപുഴയിലേക്കുള്ള യാത്രാ സമയം രാവിലെ 7:45-നും 12:45-നും വൈകുന്നേരം 5:05-നും ഡബിൾ ബെൽ ബസിന്റെ സർവീസ് ഉണ്ടായിരിക്കുന്നതാണെന്ന് ബസ് ജീവനക്കാർ അറിയിക്കുന്നു. ചെറുപുഴയിൽ നിന്ന് രാവിലെ 6:25-നും ഉച്ചക്ക് അതിനുശേഷം 10:30-ക്കും അതിനുശേഷം 3:40-നും ചെറുപുഴയിൽ നിന്നും ഈ വണ്ടി പയ്യന്നൂരേക്ക് വരുന്നതായിരിക്കും. പയ്യന്നൂരിൽ നിന്നും രാവിലെ 7:45-നും ഉച്ചക്ക് 12:45-നും വൈകുന്നേരം 5:05-നും പയ്യന്നൂരിൽ നിന്ന് ചെറുപുഴക്കും ഈ വണ്ടിയുടെ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. ഇന്ത്യയിൽ ആദ്യമായി അഴിമതിരഹിത ഭരണം കാഴ്ചവെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP മാടായി മണ്ഡലം പഠനശിബിരം മാടായിപ്പാറ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AP അബ്ദുള്ളക്കുട്ടി. കേരളത്തിലെ LDFിനോടുള്ള വെറുപ്പാണ് UDFിനെ അധികാരത്തിലെത്തിച്ചത്. കേരളത്തിൽ ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 3 സീറ്റ് നേടാൻ BJPക്ക് സാധിച്ചു. കൂടാതെ വോട്ട് വർധനവുമുണ്ടായി. ജനങ്ങളോട് കള്ളം പറയുന്ന മുഖ്യമന്ത്രിയാണ് VD സതീശനെന്നും AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അദ്ദേഹം പോക്കി മുഖ്യമന്ത്രിയല്ല, ഒരു പോക്കി മുഖ്യമന്ത്രിയാണ് എന്ന് ഇപ്പോൾ കോൺഗ്രസുകാർ പോലും അടക്കം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് VD സതീശൻ പിണറായി വിജയനോടുള്ള ദേഷ്യം കൊണ്ട് ഉയർന്നു വന്നിട്ടില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ്.
2 ദിവസങ്ങളിലായി നടക്കുന്ന BJP മാടായി മണ്ഡലത്തിലെ പ്രവർത്തക ശിബിരത്തിന്റെ ഉദ്ഘാടനം ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രഭാരി CK രമേശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് വടക്കൻ, കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി പ്രഭാകരൻ കടന്നപ്പള്ളി, C നാരായണൻ, KT മുരളി, MKV രാജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള വികസനത്തിന്റെ ശില്പിയാണ് K കരുണാകരൻ എന്ന് DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ പ്രസ്താവിച്ചു. K കരുണാകരന്റെ 108ാം ജന്മദിനാചരണ പരിപാടി പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ പിലാക്കൻ അശോകൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി MK രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി P ലളിത ടീച്ചർ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ അത്തായി പത്മിനി, EP ശ്യാമള, ഗംഗാധരൻ, ദാമോദരൻ നമ്പൂതിരി, മോഹൻ പുറച്ചേരി, KV ഭാസ്കരൻ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിളയാങ്കോട് ഫുട് ഓവർ ബ്രിഡ്ജ് NHAIയുടെ ഉത്തരവാദിത്തത്തിൽ നിർമ്മിക്കുക, ലിഫ്റ്റ് റാമ്പ് എന്നിവ ഉൾപ്പെടുത്തി ആധുനിക രീതിയിൽ ഫുട് ഓവർ ബ്രിഡ്ജ് പണിയുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുളപ്പുറം വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വിളയാങ്കോട് ഫുട് ഓവർ ബ്രിഡ്ജ് NHAIയുടെ ഉത്തരവാദിത്വത്തിൽ നിർമ്മിക്കുക, ലിഫ്റ്റ്, റാമ്പ് എന്നിവ ഉൾപ്പെടുത്തി ആധുനിക രീതിയിൽ ഫുട് ഓവർ ബ്രിഡ്ജ് പണിയുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുളപ്പുറം വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് M ദിവാകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി TV അനീഷ് സ്വാഗതം പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. CPIM മാടായി ഏരിയ സെക്രട്ടറി M ശ്രീധരൻ, കോൺഗ്രസ് പ്രതിനിധി ബ്രിജേഷ് കുമാർ, നജ്മുദ്ദീൻ, A മാധവൻ, TV രമേശൻ, TV മോഹനൻ, KV ലേഖ, MV സൗമ്യ, മനോജ് കൈപ്രത്ത്, TV ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ അബു ഇഷാഖ്, S സരോഷ് എന്നിവർ സംസാരിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രനെ ചെയർമാനായും M ദിവാകരനെ കൺവീനറായും കൺവെൻഷൻ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഉത്തര മലബാറിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഓർമ്മകൾ തുടിക്കുന്ന പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് ഇന്ന് അവഗണനയുടെയും മാലിന്യത്തിന്റെയും കേന്ദ്രമായി മാറുന്നു. ചരിത്ര സ്മാരകമായി സംരക്ഷിക്കേണ്ട ഈ സ്ഥലം ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഓർമ്മകൾ തുടിക്കുന്ന പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് ഇന്ന് അവഗണനയുടെയും മാലിന്യത്തിന്റെയും കേന്ദ്രമായി മാറുന്നു. ചരിത്ര സ്മാരകമായി സംരക്ഷിക്കേണ്ട ഈ സ്ഥലം ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ചരിത്രപ്രസിദ്ധമായ ഉളിയത്ത് കടവിലൂടെ ഒഴുകുന്ന നാരങ്ങാത്തോടാണ് ഇപ്പോൾ പയ്യന്നൂർ ടൗണിലെ മുഴുവൻ മാലിന്യത്തിന്റെയും ഒഴുക്കുപാത. ടൗണിലെ വിവിധ കടകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ ഈ തോട് വഴി നേരെ ഒളവറ പുഴയിലേക്ക് എത്തുകയാണ്. മാലിന്യം പുഴയിലേക്ക് ഒഴുകുന്നത് തടയാൻ ലക്ഷങ്ങൾ ചിലവഴിച്ച് തോടിന്റെ അവസാന ഭാഗത്ത് കൾവേർട്ടും ഇരുമ്പ് ഗേറ്റും നിർമ്മിച്ചിരുന്നു. എന്നാൽ നിർമ്മാണം കഴിഞ്ഞതിനു ശേഷം ഗേറ്റിനും കൾവേർട്ടിനും ഇടയിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം നീക്കം ചെയ്യാൻ തയ്യാറാകാത്തതാണ് മഴയിലും വെള്ളപ്പൊക്കത്തിലും അടിഞ്ഞുകൂടിയ മുഴുവൻ മാലിന്യവും ഒളവറ പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നതിന് പ്രധാന കാരണം. ഉപ്പ് സത്യാഗ്രഹ കാലത്ത് ഉത്തര മലബാറിൽ ഉപ്പ് കുറുക്കിയത് ഈ ഉളിയത്ത് കടവിലായിരുന്നു. അത്തരമൊരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇന്ന് മാലിന്യത്താൽ നശിച്ചു പോകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾക്കും പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ചതോടെ പയ്യന്നൂർ ഉപജില്ലയ്ക്ക് സ്വന്തമായി ഓഫീസ് എന്ന സ്വപ്നം പൂവണിയും. 90-ലധികം സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ഓഫീസാണ് വർഷങ്ങളായിട്ടും സ്വന്തം കെട്ടിടമില്ലാതെ പ്രയാസം അനുഭവിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ പയ്യന്നൂർ AO ഓഫീസ് അടക്കമുള്ള വിദ്യാഭ്യാസ കോംപ്ലക്സിന് 2 കോടി രൂപ വകയിരുത്തിയതോടെ പയ്യന്നൂർ ഉപജില്ലയ്ക്ക് സ്വന്തമായി ഓഫീസ് എന്ന സ്വപ്നം പൂവണിയും. സംസ്ഥാനത്ത് വിസ്തൃതിയുടെയും സ്കൂളുകളുടെയും എണ്ണത്തിൽ വലിയ ഉപജില്ലകളിൽ ഒന്നാണ് പയ്യന്നൂർ. കിഴക്ക് ജോസ്ഗിരി മുതൽ പടിഞ്ഞാറ് എട്ടിക്കുളം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ഉപജില്ല. വർഷങ്ങളായിട്ടും ഇപ്പോഴും സ്വന്തമായി AO ഓഫീസിന് കെട്ടിടമില്ല. 90-ലധികം സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ഓഫീസാണ് സ്വന്തമായി കെട്ടിടമില്ലാതെ പ്രയാസം അനുഭവിക്കുന്നത്. തൊട്ടടുത്ത പ്രദേശങ്ങളായ മാടായി, തളിപ്പറമ്പ്, ചെറുവത്തൂർ തുടങ്ങിയ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് സ്വന്തം കെട്ടിടത്തിലാണ്. വർഷങ്ങളായി പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഴയ കെട്ടിടത്തിലാണ് ഓഫീസിന്റെ പ്രവർത്തനം. ഓടിന് മുകളിൽ ഷീറ്റ് പാകിയിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. ശക്തമായ മഴ പെയ്താൽ ചുറ്റുപാടും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുമുണ്ട്.
സംസ്ഥാന ബജറ്റിൽ 2 കോടി രൂപയാണ് കെട്ടിടത്തിനായി നീക്കിവച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ കരിയാപ്പ് നിവാസികൾക്ക് ആശ്വാസമായി ഗ്രാമപഞ്ചായത്ത് പ്രതിരോധ ഉന്മൂലന നടപടികൾ ഊർജിതമാക്കി. കരിയാപ്പിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അനസൂയ കിറ്റുകൾ വിതരണം ചെയ്തു. ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ കരിയാപ്പ് നിവാസികൾക്ക് ആശ്വാസവുമായി ഗ്രാമപഞ്ചായത്ത് പ്രതിരോധ ഉന്മൂലന നടപടികൾ ഊർജിതമാക്കി. കൃഷിഭവന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കരിയാപ്പിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അനസൂയ പ്രതിരോധ ഉന്മൂലന കിറ്റുകൾ വിതരണം ചെയ്തു. നമുക്കൊത്തുചേരാം, ഒച്ചിനെ തുരത്താം എന്ന മുദ്രാവാക്യവുമായി പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പടന്നക്കാട് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ എൻഡമോളജി റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ കെ.എം. ശ്രീകുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സവിത പി ശശിധരൻ, എം.വി. സുനിൽകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ.ടി. ജയപ്രകാശ്, കൃഷി ഓഫീസർ അനൂജ രവീന്ദ്രൻ, സന്ദീപ് എം. ടി. തമ്പൻ, മനോഹരൻ ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് മുൻതൂക്കം. 16-ൽ 11 സീറ്റ് SFI നേടി. അതേസമയം കണ്ണൂർ ഗവൺമെന്റ് ഡെന്റൽ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU MSF മുന്നണിക്ക് വിജയം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിൽ SFIക്ക് മുൻതൂക്കം. 16-ൽ 11 സീറ്റ് SFI നേടി. 5 മേജർ സീറ്റുകൾ KSU MSF മുന്നണിക്ക് ലഭിച്ചു. ഇരുവിഭാഗം വിദ്യാർത്ഥി സംഘടനകളും വിജയം അവകാശപ്പെട്ട് പ്രകടനം നടത്തി. UDSFിലെ ആമിന ഫിസ ചെയർപേഴ്സണായും മുഹമ്മദ് മുനവർ വൈസ് ചെയർമാനായും സ്നിഗദ്ധ കോറേത്ത് വനിതാ വൈസ് ചെയർപേഴ്സണായും വിഷ്ണുപ്രസാദ് ജനറൽ സെക്രട്ടറിയായും TC ആവണി ആർട്ട് സെക്രട്ടറിയായും SFIയിലെ വിചിത്ര പത്മനാഭൻ ജോയിന്റ് സെക്രട്ടറിയായും V നന്ദിത മാഗസിൻ എഡിറ്ററായും PV നവീൻ വിനോദ് സ്പോർട്സ് സെക്രട്ടറിയായും ഡോക്ടർ R ശ്രീകുട്ടൻ PG UUC ആയും അജ്മൽ താഹ UG UUC ആയും യൂണിയനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം കണ്ണൂർ ഗവൺമെന്റ് ഡെന്റൽ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിൽ KSU MSF മുന്നണിക്ക് വിജയം. ഡെന്റൽ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് KSU MSF മുന്നണി മത്സരിക്കുന്നത്. 14-ൽ 12 സീറ്റും UDSF നേടി. 2 സീറ്റ് SFIക്ക് ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അയ്യൂത്ത് വയൽ വീണ്ടും പച്ചപ്പണിയാൻ പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഞാറുനടിയിൽ ഉത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നെൽകൃഷിയിലേക്ക് യുവതലമുറയെ കൈപിടിച്ചുയർത്തുന്ന മാതൃകാപരമായ പ്രവർത്തനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ്. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അയ്യൂത്ത് പ്രദേശത്തെ വയലിൽ വിദ്യാർത്ഥികൾ ആവേശത്തോടെ ചെളിയിലിറങ്ങി ഞാറ് നട്ടപ്പോൾ അതവർക്ക് വേറിട്ടൊരു അനുഭവമായി മാറി. എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. കാരണം പാടത്തെല്ലാം ഇറങ്ങിയിട്ട് ആദ്യമായിട്ടാണ്. പിന്നെ നമ്മളിവിടെ ഒരു 10-20ഓളം കുട്ടികൾ വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല വൃത്തിക്ക് ഇപ്പോൾ പണിയെടുക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം കഴിയാനായി. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരം വീണ്ടെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി നടത്തുന്നത്. പ്രദേശത്തെ കർഷകരുടെയും കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഞാറുനടിയിൽ ഉത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഭൂമി ഇപ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും പേടിയുണ്ടാവും. നമ്മൾ ഭൂമി വിട്ടുകൊടുത്താൽ നമുക്ക് ഭൂമി നഷ്ടപ്പെട്ടു പോവുമോ? അപ്പോൾ അതിന് പഞ്ചായത്ത് ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അതായത് നിങ്ങളുടെ ഭൂമി എപ്പോഴാണോ നിങ്ങൾക്ക് ആവശ്യം ആ സമയത്ത് തന്നെ അത് നിങ്ങൾക്ക് തിരിച്ചു തരും. പക്ഷേ ഒരിക്കലും ആ ഭൂമിയിൽ മറ്റൊരു അവകാശവും പഞ്ചായത്തിനോ ഈ കൃഷി ചെയ്യുന്ന വ്യക്തിക്കോ ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ അവിടെ വിളയിക്കുന്ന ആ നെല്ല് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഭൂമിയുടെ ഒരു വാടക എന്നുള്ള ചെറിയൊരു നെല്ല് നിങ്ങൾക്ക് തരാൻ വേണ്ടി സാധിക്കും. പാടത്തിറങ്ങി ഞാറ് നട്ട അനുഭവം തങ്ങൾക്ക് പുതുമയും സന്തോഷവും നിറഞ്ഞതായിരുന്നുവെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പറഞ്ഞു. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 95 നമ്മൾ അയ്യൂത്ത് വയലിലാണ് ഇവിടെയുള്ളത്. കുട്ടികൾക്ക് ക്ലാസ് റൂമിലെ പഠനത്തോടൊപ്പം പുതുതലമുറ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ് കൃഷി എന്ന് പറയുന്നത്. ഇവിടെ കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിലെ വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു വയൽ പ്രദേശമാണിത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ പരിപാടിയെ നോക്കിക്കാണുന്നത്. NSS കോർഡിനേറ്റർ ഡോക്ടർ TK ജയരാജൻ, M ഗണേശൻ, കൃഷി ഓഫീസർ U പ്രസന്നകുമാർ, നീരജ് വിനോദ്, K മഹേഷ്, സുനിത, UV ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ രമേശൻ, ഉഷ, പാടശേഖര സമിതി അംഗങ്ങളായ KV ശ്രീനിവാസൻ, M രാഘവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുകയും നെൽകൃഷിയുടെ പ്രാധാന്യം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന ഈ സംരംഭം ശ്രദ്ധേയമായ മാതൃകയായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും എം വിജിൻ MLA നിർവഹിച്ചു. ചെറുതാഴം ബാങ്ക് പഞ്ചായത്തിലെ SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2-ന് 1200-ൽ 1200 മാർക്ക് നേടിയ P. അമയ സുരേഷ്, CBSE 10ാം തരത്തിൽ 500-ൽ 499 മാർക്ക് നേടിയ ദിയ മേരി ദീപക് എന്നിവരെയും അനുമോദിച്ചു. ബാങ്കിന്റെ പിലാത്തറ ഓഡിറ്റോറിയത്തിൽ എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സി അജിത് കുമാർ, എം ശ്രീധരൻ, എം അനിൽകുമാർ, കെ പ്രമോദ്, EP അനിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AITUC പയ്യന്നൂർ മേഖലാ കൺവെൻഷൻ പയ്യന്നൂർ മിനി കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. AITUC ജില്ലാ പ്രസിഡന്റ് TV നാരായണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AITUC പയ്യന്നൂർ മേഖലാ കൺവെൻഷനും 2025-26 SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ യൂണിയൻ അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും പയ്യന്നൂർ മിനി കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. AITUC ജില്ലാ പ്രസിഡന്റ് TV നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം C അജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. AITUC പയ്യന്നൂർ മേഖലാ സെക്രട്ടറി KP നാരായണൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. BKMU ജില്ലാ സെക്രട്ടറി KV ബാബു ഉപഹാര സമർപ്പണം നടത്തി. TV നാരായണൻ, V ബാലൻ, M രാമകൃഷ്ണൻ, NP ഭാസ്കരൻ, ബിന്ദു C തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും അനുമോദനവും സംഘടിപ്പിച്ചു. വായനശാല പന്തലിൽ വെച്ച് നടന്ന പരിപാടി പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ C രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും അനുമോദനവും സംഘടിപ്പിച്ചു. K ദാമോദരൻ അനുസ്മരണ പ്രഭാഷണവും USS SSLC +2 വിജയികളെയും പോലീസ് ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച PP ഷിജുവിനെയുമാണ് ചടങ്ങിൽ വെച്ച് അനുമോദിച്ചത്. റിട്ടയർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ C രാഘവൻ മാസ്റ്റർ പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞ് വീണ്ടും ഓർമ്മിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നാണ്. അതാണ് എൻ്റെ വരും തലമുറയായിട്ടുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. പാഠശാല ഗ്രന്ഥാലയം പ്രസിഡന്റ് VV പ്രദീപൻ ചടങ്ങിൽ അധ്യക്ഷനായി. K രാജീവൻ, ഗോപി P, കൂക്കാനം റഹ്മാൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ പാചക തൊഴിലാളികൾക്കായുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. BRC ഹാളിൽ നടന്ന പരിപാടി പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഉപജില്ല സ്കൂൾ പാചക തൊഴിലാളികൾക്കായുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. BRC ഹാളിൽ നടന്ന പരിപാടി പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൾ ബഷീർ MA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ന്യൂൺ മീൽ ഓഫീസർ സിന്ധു TA സ്വാഗതം പറഞ്ഞു. പാചകക്കലയുടെ സുരക്ഷ എന്ന വിഷയത്തിൽ പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ വിഷയാവതരണം നടത്തി. ആരോഗ്യം ശുചിത്വം എന്ന വിഷയത്തിൽ പയ്യന്നൂർ താലൂക്ക് ഹോസ്പിറ്റൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദൻ ക്ലാസ് എടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മോഹനൻ മാസ്റ്റർ, വാർഡ് കൗൺസിലർ ദിനൂപ് PK, PV വിനോദ് കുമാർ, CV ബാബു, രൂപേഷ് എവി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂരിൽ സഹകരണ ജീവനക്കാരുടെ നേതൃത്വത്തിൽ അന്തർദേശീയ സഹകരണ ദിനം ആചരിച്ചു. തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ ജീവനക്കാർ പതാക ഉയർത്തി പ്രതിജ്ഞയെടുത്തു. കേരളത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയതാണ് സഹകരണ സംഘങ്ങൾ. ബാങ്ക് മുതൽ ക്ഷീരസംഘം വരെ, ഉപഭോക്തൃ സ്റ്റോർ മുതൽ കുടുംബശ്രീ വരെ എല്ലായിടത്തും സഹകരണത്തിന്റെ കരങ്ങളുണ്ട്. വരും തലമുറ സഹകരണത്തിന്റെ മൂല്യം മനസ്സിലാക്കി സുസ്ഥിരമായ ഒരു നാളെയെ കെട്ടിപ്പടുക്കാൻ ആഹ്വാനം ചെയ്താണ് അന്തർദേശീയ സഹകരണ ദിനാചരണം നടന്നത്. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്കിൽ സഹകരണ ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടന്ന സഹകരണ ദിനാചരണ ഭാഗമായി ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി K രാജീവൻ പതാക ഉയർത്തി. K പവിത്രൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. T ഷീബ, P ഷിബു, V ശീതൾ, ഷാജി തൈക്കീൽ,
സുബൈർ പള്ളത്തിൽ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന കെ കരുണാകരന്റെ 108ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്ന കെ കരുണാകരന്റെ 108ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VV ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PV സുരേന്ദ്രൻ, KM താമ്പാൻ, PP ശേഖരൻ, KM കോമളവല്ലി, K ഹരിദാസ്, O വിമല തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാനിന്റെ ഭാഗമായി പയ്യന്നൂരിൽ ചിന്താ ശിബിരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ആർഷവിദ്യാലയത്തിൽ നടന്ന ചിന്താ ശിബിരം BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഅഭിയാനിന്റെ ഭാഗമായി പയ്യന്നൂരിൽ ചിന്താ ശിബിരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ആർഷവിദ്യാലയത്തിൽ നടന്ന ചിന്താ ശിബിരം BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ധനേഷ് കണിയാൻകുന്നിൽ പതാക ഉയർത്തി. പരിപാടിയിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അജികുമാർ കരിയിൽ, AP ഗംഗാധരൻ, കോഴിക്കോട് മേഖലാ സെക്രട്ടറി പനക്കീൽ ബാലകൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് AV സനൽകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം MP രവീന്ദ്രൻ, TV നന്ദകുമാർ, C രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.